ഞാനിവിടെ വരുമ്പം ആക്ച്വലി ഈ ഇന്ദിരാനഗർ എന്ന് പറയുന്നത് ഇല്ല, ഒരു പുല്ല് വളർന്ന് ഒരു കാട് പിടിച്ച ഒരു പ്രദേശമായിരുന്നത് ഇന്ദിരാനഗർ. അതെ, 70-ലാണ് 69-70-ലാണ് ഞാനിവിടെ വരുന്നത്. 70-ന് ശേഷമാണ് ഇന്ദിരാനഗർ ഉണ്ടാകുന്നത് തന്നെ. ശരി. ഇന്ദിരാനഗർ നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ഓർമ്മയ്ക്ക് വേണ്ടി ഇട്ട ഒരു പേരാണത്. ഇതിപ്പോ ഇവിടുത്തെ ബാംഗ്ലൂരിലെ ഏറ്റവും ഒരു പോഷ് ഏരിയ എന്ന് പറയാം ഇത്. അതുകൂടാതെ ഏറ്റവും കൂടുതൽ മലയാളികൾ ഈ ഇന്ദിരാനഗറിലാണ്. ഇന്ദിരാനഗറും അതിനോട് ചുറ്റുവട്ട ഉള്ള സ്ഥലങ്ങൾ ഉണ്ട്. കാരണം തിപ്പസന്ദ്ര, വിജ്ഞാന നഗർ എന്നീ ഭാഗങ്ങളൊക്കെ ഇപ്പൊ പുതുതായിട്ട് ഡെവലപ്പായ ഏരിയകളിലൊക്കെ സാധാരണക്കാരായ മലയാളികളുടെ ഒരു പ്രവാഹം തന്നെ ഉണ്ട്. അപ്പൊ ഈ സ്പെഷ്യൽ പോലീസ് ഓഫീസർ എന്ന് പറയുമ്പോൾ അപ്പൊ ഗവൺമെന്റ് ഒരു സർവീസ് ആയിട്ടാണ് അല്ലേ, അതൊരു അതിനുവേണ്ടി ഒരു ഹോണറി പോസ്റ്റ് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതിനു മുമ്പ് ഒരുപാട് ഈ പോലീസ് കേസുകളൊക്കെ അത് എങ്ങനെയാണ്? അത് ഇവിടെ ഉണ്ടായ പല പ്രമാദമായ കേസുകൾക്കും പോലീസുകാരെൻ്റെ സഹായം തേടുകയും കേരളത്തിൽ അന്വേഷണത്തിന് വരികയും പല കേസുകളിൽ തുമ്പുണ്ടാക്കുകയും പല പ്രതികളെ അറസ്റ്റ് ചെയ്യാനും സഹായം കർണാടക പോലീസ് നേടിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഒരു 3-4 പ്രമാദമായ കേസുകൾക്ക് തന്നെ എൻ്റെ നേതൃത്വത്തിൽ പോലീസ് ടീമുമായിട്ട് വരികയുണ്ടായി. ഒരുപാട് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെ അവർക്ക് ജന്മം നൽകിയ ഒരു ക്ലബും കൂടിയാണല്ലേ അത്? തീർച്ചയായും. നിങ്ങൾക്ക് എനിക്ക് അഭിമാനപൂർവ്വം പറയാൻ പറ്റുന്നത് മോനിഷ ഉണ്ണി ഈ ക്ലബിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അവരുടെ അമ്മ, അച്ഛൻ എല്ലാം ഈ ക്ലബിന് വേണ്ടി വളരെയധികം ത്യാഗം സഹിച്ചിട്ടുള്ള ഫൗണ്ടർ മെമ്പേഴ്സിൽപ്പെട്ടതാണ്. ആ ക്ലബിൽ കൂടെ വളർന്നതാണ് മോനിഷ ഉണ്ണി. ഇന്നിപ്പം ബാങ്കോക്ക് ടൗൺ, പെറ്റ്സ് എന്നിങ്ങനെ പല സിനിമയിൽ അഭിനയിക്കുന്ന റോസ് എന്ന് പറയുന്ന ഒരു കുട്ടിയും ഞങ്ങളുടെ ക്ലബിൻ്റെ പ്രൊഡക്റ്റാണ്. അങ്ങനെ സ്പോർട്സിലും ജാക്കലിൻ കുന്നത്ത്, പ്രകാശ് ജോളി, ഇങ്ങനെ പല താരങ്ങളെയും വാർത്തെടുക്കാൻ ഞങ്ങളുടെ ക്ലബ്ബുകൾക്ക്. ഇവൻ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ 2 മക്കളാണ് ഇന്റർ ക്ലബ്സ് കർണാടകയുടെ ചാമ്പ്യൻസ് തന്നെ, സോബിൻ സോമനും പ്രജേഷ് സോമനും. അപ്പോൾ ഇവരൊക്കെ ഈ ക്ലബ്ബ് മുഖേന വളർന്നു വന്ന താരങ്ങളാണ്. ഇന്ന് ബാംഗ്ലൂർ നമ്മുടെ കേരളവുമായി കർണാടക വളരെയധികം അഭേദ്യമായ ഒരു ബന്ധം നമ്മുടെ 2 സ്റ്റേറ്റും തമ്മിലുണ്ട്. പക്ഷേ ഇന്ന് ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളിന്ന് കാണുന്നുണ്ട്. കാരണം ഇന്ന് രാത്രി കാലങ്ങളിൽ മൈസൂർ നിന്ന് കോഴിക്കോടിലേക്ക് പോകുന്ന റോഡ്, നിലമ്പൂരിലേക്ക് പോകുന്ന റോഡുകൾ വനാന്തര മേഖലയാണ്. അവിടെയൊക്കെ രാത്രി ബാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സർവീസുകൾ ബാൻ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഇല്ലാതാവുന്നു. അതിനെക്കുറിച്ച് മലയാളി സംഘടനകൾ അതിന് എന്ത് നിലപാടാണ് എടുത്തിട്ടുള്ളത്? മലയാളി സംഘടനകൾ അത് വളരെ ഗൗരവതരമായിട്ട് തന്നെ അത് എടുക്കുകയും ഗവൺമെൻറ് തലത്തിലും കോർട്ട് ലെവലിലും, ഇപ്പോൾ ഹൈക്കോർട്ടിലും അത് സുപ്രീം കോർട്ടിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ഇതിൽ കേരള ഗവൺമെൻറ് ഇവിടുത്തെ സംഘടനകളെല്ലാം കൂടി ചേർന്നൊരു കൺസോർഷ്യം, ഒരു അസോസിയേഷൻ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ പ്രവർത്തന ത്വരിതയിൽ തന്നെയാണ്. അത് അവിടുത്തെ MP-മാർ മുഖേനയും ചീഫ് മിനിസ്റ്റർ മുഖേനയും മറ്റു മന്ത്രിമാർ മുഖേനയും അത് പല വേദികളിൽ അത് അവതരിപ്പിച്ചിട്ടുണ്ട്. തീർച്ചയായും അതിനൊരു പരിഹാരം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിദ്യാർത്ഥികൾക്ക് ഇവിടെ സാങ്കേതികമായ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. കോളേജുകാരുടെ ഹറാസ്മെൻറ്റ്, റാഗിങ്, കോളേജിൽ നിന്നുണ്ടാകുന്ന മറ്റ് പ്രായോഗിക പ്രശ്നങ്ങൾ. അതിൽ കേരള ഗവൺമെൻറ് കുറച്ചും കൂടെ ശക്തമായ തീരുമാനങ്ങൾ എടുക്കുകയും പുതിയ പ്രൊഫഷണൽ കോളേജുകൾ കേരളത്തിൽ തന്നെ തുടങ്ങുകയാണെങ്കിൽ നമ്മുടെ കോടിക്കണക്കിന് രൂപ അന്യസംസ്ഥാനങ്ങളിലേക്ക് പോകാതിരിക്കുകയും അവിടെ തന്നെ കുട്ടികൾക്ക് വേണ്ട പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്താൽ ഒത്തിരി പ്രശ്നങ്ങൾ ഒഴിവാക്കാവുന്നേ ഉള്ളൂ. കുട്ടികളുടെ ആത്മഹത്യ, ആക്സിഡൻറ്റ് ലെവൽ, ഇതെല്ലാം നമ്മുടെ മലയാളികൾ വളരെയധികം ഇവിടെ. കാരണം ഒരു സമയത്ത് മാസം ഒരു 3-4 ഡെഡ് ബോഡി ഞങ്ങൾ ഇവിടുന്ന് പൊതിഞ്ഞ് നാട്ടിലേക്ക് അയച്ചു കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഇല്ലാന്നല്ല, ആക്സിഡന്റ് ആയിട്ടൊക്കെ അന്നൊക്കെ എവിടെ ഉണ്ടായാലും ഓടി എൻ്റെ അടുത്ത് വരുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു. സംഘടനകൾ വലുതായി, ഒത്തിരി അസോസിയേഷനുകൾ ഉണ്ടായി, ഏരിയ വൈസ് അവരെയൊക്കെ സഹായിക്കാനുള്ള സംഘടനകൾ ഉണ്ടായതുകൊണ്ട് ഞാൻ കൂടുതലും അറിയുന്നില്ല എന്നുള്ളൂ. എങ്കിലും ചില പ്രമാദമായ ഇഷ്യൂസ് അവരെ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റാത്തൊക്കെ ഇന്നും എൻ്റെ അടുത്ത് വരികയും ഞാനതിൽ ആത്മാർത്ഥമായ സഹകരണം ചെയ്ത് അവരെയൊക്കെ സഹായിക്കുന്നുമുണ്ട്. ഈ എപ്പിസോഡിന്റെ തുടക്കവും താങ്കൾ കവിതയിലാണ് തുടങ്ങിയത്. കവിത ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. തീർച്ചയായും. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, എൻ്റെ അച്ഛനിൽ നിന്ന് ഞാൻ പല പാഠങ്ങൾ പഠിച്ചതിൽ ഇത് ഏറ്റവും പ്രധാനമാണ്. അവസരത്തിനൊത്ത്, സാഹചര്യത്തിനൊത്ത് എന്തെങ്കിലും മനസ്സിൻ്റെ ഉള്ളിൽ നിന്നും വരുന്ന ഒരു പ്രചോദനം എൻ്റെ അച്ഛനിൽ നിന്നുണ്ടായി. അതെൻ്റെ അച്ഛനാണ് എൻ്റെ ഗുരു. അതിൽ അപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കവിത ഏതാണ്? ചെങ്ങമ്പുഴയുടെ പല കവിതകളും ഇഷ്ടമാണ്. പിന്നെ സരസമായ രീതിയിൽ ഓട്ടം തുള്ളൽ, പിന്നെ വഞ്ചിപ്പാട്ടുകൾ, ഇതൊക്കെ വളരെ ഇഷ്ടമാണ്.
Nora and Fancy, a heaven of ornaments and fancy items at affordable price. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy brighten the beauty in you. Nora and Fancy, near Hotel Sagara, ground floor, TN Samruddhi, Vaidakad, Trivandrum. Mobile 9633685838. ചരിത്ര സ്മരണകൾ ഉറങ്ങുന്ന പടിഞ്ഞാറൻ ചുരത്തിന്റെയും പ്രകൃതി മനോഹാരിതയിൽ കോടമഞ്ഞിനെ പുൽകി നിൽക്കുന്ന മലനിരകളുടെയും പ്രസിദ്ധമായ വാളയാർ ഡാമിന്റെയും വാത്സല്യം ആവോളം നുകർന്ന് കേരള അതിർത്തിയോട് ചേർന്ന് പ്രകൃതി നൽകുന്ന ശുദ്ധവായു ശ്വസിച്ച് സാധാരണക്കാർക്കും സമ്പന്നർക്കും ഒരുപോലെ ആരോഗ്യപരമായ ജീവിതം ആസ്വദിക്കാൻ മനോഹരമായ റിസോർട്ടുകളും ലാൻഡുകളുമായി വിന്നേഴ്സ് ഇന്ത്യ സിറ്റി ഡെവലപ്പേഴ്സ് സജ്ജമായിരിക്കുന്നു. 3 സെന്റ് ഹൗസ് പ്ലോട്ടുകൾ വെറും 1.5 ലക്ഷം രൂപയ്ക്ക്, കൂടാതെ 1.5 ലക്ഷം രൂപ മുതൽ 3.5 കോടി വരെയുള്ള അനവധി പ്രോജക്ടുകളുമായി വിന്നേഴ്സ് ഇന്ത്യ സിറ്റി ഡെവലപ്പേഴ്സ് നിങ്ങളെ കാത്തിരിക്കുന്നു. ബന്ധപ്പെടുക വിന്നേഴ്സ് ഇന്ത്യ സിറ്റി ഡെവലപ്പേഴ്സ്, നാരായണപുരം റോഡ്, നിയർ KTVR ഹോസ്പിറ്റൽ, കോയമ്പത്തൂർ. ഫോൺ 9843117585. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 9843117585. A heaven of ornaments and fancy items. Imported ornaments of dazzling designs and exquisite fashions. Nora and Fancy, TN Samruddhi, Vaidakad, Trivandrum. മലയാളികൾക്കെന്നല്ല, ഇവിടുത്തെ കന്നഡ, തമിഴ്, ആന്ധ്ര എന്നീ വിഭാഗത്തിൽപ്പെട്ട എല്ലാവർക്കും രാത്രി 1 മണിക്കായാലും എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും സോമാറ്റോ എന്ന് പറഞ്ഞ ആളെ വിളിച്ചു കഴിഞ്ഞാൽ ഓടിയെത്തി വേണ്ട വിധത്തിലുള്ള സഹായങ്ങൾ, അത് ആത്മാർത്ഥമായിട്ടുള്ള സഹായങ്ങൾ ചെയ്ത് കണ്ട് അന്ന് മുതൽ കണ്ടുവന്നിട്ടുള്ള ആളാണ് ഞാൻ. സോമാറ്റോ എന്ന് പറഞ്ഞാൽ മലയാളിയുടെ പീപ്പിൾസ് മാൻ ഫോർ ബാംഗ്ലൂർ. കലാ സാംസ്കാരിക രംഗങ്ങളിലും എപ്പോഴും എന്നും വളരെ വിലപ്പെട്ട സംഭാവനകൾ നൽകിക്കൊണ്ടാണ് ബാംഗ്ലൂരിലെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം തുടക്കം മുതലേ നിലകൊള്ളുന്നത്. ബാംഗ്ലൂരിലെ മലയാളി സംഘടനകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാന്നിധ്യമാണ് MK സോമനുള്ളത്. ഒരുപാട് സുഹൃത്ത് ബന്ധങ്ങൾ, സുഹൃത്തുക്കളെ കുറിച്ച് പറഞ്ഞു. ഒരുപാട് സുഹൃത്തുക്കളെ നമ്മൾ കണ്ടു കഴിഞ്ഞു. എത്രത്തോളമാണ് അത് എല്ലാ തുറകളിലും ഉണ്ട്. നേരത്തെ പറഞ്ഞ ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ്, സിനിമാ ഫീൽഡ്, സാമൂഹ്യ രംഗം, രാഷ്ട്രീയ രംഗം എന്ന് വേണ്ട എല്ലാ വിദ്യാഭ്യാസ രംഗം, എല്ലാ തുറകളിലും നല്ലൊരു സുഹൃത്ത് വലയം ബാംഗ്ലൂരിൽ ഞാൻ കാത്തു സൂക്ഷിക്കുന്നുണ്ട്. ഇന്ന് വളരെ അടുത്തൊരു സുഹൃത്ത് ഇവിടെ വന്ന് നിൽക്കുന്നു. അതെ, മിസ്റ്റർ രമേശ് ചന്ദ്ര. ഇദ്ദേഹം മലയാളിയാണ്. കർണാടകയിൽ, എൻ്റെ നാട് കാസർഗോഡാണ്. അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ച് ഒരു മലയാളി ഇവിടെ വന്നു നിന്നുകൊണ്ട് കർണാടകയിൽ 2 പ്രാവശ്യം ബെസ്റ്റ് സിംഗർ അവാർഡ് വാങ്ങിയ, പ്ലേബാക്ക് സിംഗർ അവാർഡ് വാങ്ങിയ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ 2 പ്രാവശ്യം സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഏത് സോങ്ങിനായിരുന്നു അത്? അനുരാഗ സംഗമാണ് ആദ്യത്തെ ഒരു ഫിലിം. അത് ഓ മല്ലിക എന്ന് തുടങ്ങുന്ന ഒരു ഗാനം. പിന്നെ ഒരു മുസ്ലിം ബേസ് സ്റ്റോറി മുന്നോടി എന്ന് പറഞ്ഞിട്ട്, അത് അറബിയ കടലലി ബന്ധം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സോങ്. അത് ഏത് വർഷമായിരുന്നു? അത് ഫസ്റ്റ് 95-96, രണ്ടാമത്തെ 2000-2001. ഞാൻ സഹോദരന് തുല്യം സ്നേഹിക്കുന്ന ഒരു അദ്ദേഹത്തെ മലയാളത്തിലും കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെന്ന് മനസ്സിലൊരു ആഗ്രഹമുണ്ട്. അതിന്റെ പരിശ്രമത്തിലും കൂടിയാണ് ഞാൻ. ഒരു വളരെ അവാർഡ്, ആദ്യമായി കർണാടക ഗവൺമെന്റിൽ നിന്ന് അവാർഡ് കിട്ടിയ ആ ഒരു പാട്ട് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് സിംഗ് ചെയ്താൽ നന്നായിരിക്കും. റെഡ് ലൈൻ പാടും. ഓ മല്ലികെ നിന്നൊന്തിಗೆ ನಾನಿಲ್ಲವೇ ಸದಾ ಸದಾ ಸದಾ, ಈ ಕಂಗಳು ಮಂಜಾದರೆ ನಾ ತಾಳೆನು ಭಯ ಬಿಡು ಸದಾ, ನಿನ್ನ ನೋವು ನನಗಿರಲಿ, ನೆಮ್ಮದಿ ಸವಿ ನಿನಗಿರಲಿ, ಸದಾ ಕಾಯುವೆ. ಓ ಮಲ್ಲಿಗೆ ನಿನ್ನೊಂದಿಗೆ ನಾನಿಲ್ಲವೇ ಸದಾ ಸದಾ ಸದಾ. വെരി നൈസ്. ഏത് ചിത്രമായിരുന്നു അത്? ഇത് അനുരാഗ സംഗമ. രണ്ടാമത് കിട്ടുന്നത് 2000-2001 അത് മുന്നോടി നല്ല ചിത്രത്തില് അതിന്റെ ഒരു സോങ്. അത് നമുക്ക് നമ്മളെ മാപ്പിളപ്പാട്ട് കേട്ട പോലെ തന്നെ മുസ്ലിം ബേസ് സ്റ്റോറി ആയതുകൊണ്ട്, പ്രത്യേകിച്ചിട്ട് ഞാൻ കാസർഗോഡ് നിന്ന് വന്ന ഒരു കേരഫിലാണ് എനിക്ക് ആ പാട്ട് കിട്ടിയത്. ಅರಬಿಯ ಕಡಲಲ್ಲಿ ಬಂದವನು ಕಣ್ಣಲ್ಲಿ ಸೂಸುವ ಹೂ ಮಳೆಗೆ
ಮರೀಚಿಕೆ ಹೊಳೆಯುವ ನಾಡಿನಲ್ಲಿ ಮಧು ಪ್ರೇಮದ ಸುಧೆಯೇ ಹರಿಯುವುದು. ಅರಬಿಯ ಕಡಲಲ್ಲಿ ಬಂದವನು ಕಣ್ಣಲ್ಲಿ ಸೂಸುವ ಹೂಮಳೆಗೆ, ಮರೀಚಿಕೆ ಹೊಳೆಯುವ ನಾಡಿನಲ್ಲಿ ಮಧು ಪ್ರೇಮದ ಸುಧೆಯೇ ಹರಿಯುವುದು. വണ്ടർഫുൾ. ഇവരെപ്പോലുള്ള കലാകാരന്മാരെ കേരളത്തിലെ സിനിമാ രംഗത്തുള്ളവർ കണ്ടുപിടിക്കണം. സിനിമാ പ്രൊഡ്യൂസറാണ്. തീർച്ചയായും ഈ സുഹൃത്ത് ബന്ധങ്ങളാണ് നമ്മൾ മറുനാട്ടിലേക്ക് വരുമ്പോൾ മനുഷ്യനെ, നമ്മളെ മലയാളികളെ തമ്മിൽ ഒരുമിപ്പിക്കുന്ന, ഒന്നിപ്പിക്കുന്ന ഒരു വലിയൊരു വലയം എന്ന് പറയുന്നത് അല്ലേ? അതാണ്, അത് സോമേട്ടൻ പറയുന്നതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും എന്നോട് ചോദിക്കും, ബാംഗ്ലൂര് 10-40 വർഷമായിട്ട് ജീവിക്കുന്ന നിങ്ങളുടെ ബാങ്ക് ബാലൻസ് എന്താണെന്ന്. എൻ്റെ ബാങ്ക് ബാലൻസ് ഇവരെപ്പോലുള്ള ആയിരക്കണക്കിന് സഹോദരത്തിൽ സ്നേഹിക്കുന്ന കുറെ വ്യക്തികളാണ്. അതിലപ്പുറം ഒരു ബാങ്ക് ബാലൻസിന്റെ ആവശ്യമില്ലല്ലോ. അതെ 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 അതെ. കോടികൾ ബാങ്കിലിട്ട് ദുരിതം അനുഭവിക്കുന്ന, കഷ്ടത അനുഭവിക്കുന്ന, ഒരിറ്റ് സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന എത്രയോ ജനങ്ങളുണ്ട് ഈ നാട്ടില്. പക്ഷെ എനിക്കതിൻ്റെ ഒരു അഭാവം വന്നിട്ടില്ല. കുടുംബത്തിലും സഹോദരന്മാരെ ഇവരെപ്പോലുള്ളൊരു ജനങ്ങളുടെ സ്നേഹം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കുകയാണ്. അതിലപ്പുറം ഒന്നും നേടാനില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഓക്കെ, ഇനിയും മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വളരെ നന്ദി. ഞങ്ങളുടെ ഒരു പ്രോഗ്രാമിൽ ഒരു ഗസ്റ്റായിട്ട് സോമേട്ടന്റെ കെയർ ഓഫിൽ വന്ന് ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി കന്നഡയിൽ 2 പാട്ട് പാടിയതിൽ ഒരുപാട് നന്ദി. ശ്രീ MK സോമന്റെ ജീവിതയാത്ര പൂർണ്ണമായും സഫലമാണ്. അദ്ദേഹത്തിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയെടുത്തു. നിങ്ങൾക്കും അത് ജീവിതത്തിൽ മനസ്സിലാക്കുവാൻ കഴിയുകയാണെങ്കിൽ ഉന്നത നിലവാരം പുലർത്തുവാൻ സാധിക്കും, സമൂഹത്തിൽ പ്രതിബദ്ധത ഉള്ള ഒരാളായി മാറുവാൻ കഴിയും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവിധ അനുഗ്രഹങ്ങളും ഇനിയും സർവേശ്വരൻ വാരിക്കോരി നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.